നിൽക്ക് പോലല്ല, ചിലപ്പോൾ നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടെന്ന് വരും. എന്തെന്നല്ലേ, ഈ അടുത്ത കാലത്ത് ആ നിയമം വന്നിരുന്നില്ല, അതായത് 20-18 മാറ്റാനുള്ള ഒരു നിയമം. ആ നിയമം വന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ 20-18 മാറ്റിയിട്ടുണ്ട്. ഒത്തിരി ആൾക്കാർക്ക് അഡ്രസ്സിൻ്റെ ഇഷ്യൂസ് നിലനിൽക്കുന്നുണ്ട്, അഡ്രസ്സ് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് പാസി താൽക്കാലിക അഡ്രസ്സ് കൊടുത്തത്. താൽക്കാലിക അഡ്രസ്സ് എന്നുണ്ടെങ്കിൽ നമ്മുടെ മൊബൈൽ സേവ് ഐഡിയിൽ ഫ്രണ്ട് പേജ് കാണിക്കും, ബാക്ക് പേജ് കാണിക്കത്തില്ല. അതുപോലെ തന്നെ നമ്മൾ അഡ്രസ്സിൻ്റെ സ്ഥലത്ത് ബ്ലാങ്ക് ആയിട്ട് കാണിക്കും. ഒത്തിരി സുഹൃത്തുക്കൾ ചോദിച്ചു, ഈ ഒരു മൊബൈൽ സേവ് ഐഡി വെച്ച് നമുക്ക് യാത്ര ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്ന്. യാത്ര ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞെങ്കിൽ ഇവിടുന്ന് പോകുന്നതിൽ ചിലപ്പോൾ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും വരില്ല, പക്ഷെ തിരിച്ചു വരുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെയുള്ള സംശയം, എന്തിനാണ് ഇത് തന്നത് എന്ന്. അപ്പോൾ നമുക്ക് ഇത് താൽക്കാലികമായിട്ട് തന്നതാണ്, ചിലപ്പോൾ 1 മാസം കഴിയുമ്പോൾ അത് ക്യാൻസലായെന്ന് വരും. അപ്പോൾ അതിനിടയിൽ നമ്മൾ അഡ്രസ്സ് തപ്പിപ്പിടിച്ച് സിവിൽ ഐ ഡിക്ക് അപ്ലൈ ചെയ്ത് സിവിൽ ഐ ഡി എടുത്തിരിക്കണം. അപ്പോൾ ഈ ഒരു മൊബൈൽ സിവിൽ ഐ ഡി നമുക്ക് തന്നിട്ടുള്ള എന്തിനാണെന്ന് വെച്ചെങ്കിൽ ഇവിടെ റൂം എടുക്കാനും അതുപോലെ തന്നെ സിവിൽ ഐ ഡിക്ക് നമുക്ക് വെളിയിലൊക്കെ ഇറങ്ങി നടക്കാൻ വേണ്ടി മാത്രമാണ്. എല്ലാവരും എത്രയും പെട്ടെന്ന് സിവിൽ ഐ ഡി റെഡിയാക്കുക.